നമസ്കാരം. സൗന്ദര്യമേറെ ശ്രദ്ധിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ദിവസം ഒരു തവണയെങ്കിലും കണ്ണാടി നോക്കാത്തവർ വളരെ വിരളമായിരിക്കും. ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാത്രമല്ല പലതരത്തിലുള്ള ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. അതിലൊന്നാണ് കോസ്മെറ്റിക് സർജറി. ഇന്ന് ഈ വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. കാരണം കോസ്മെറ്റിക് സർജറികൾക്ക് മുമ്പത്തേക്കാൾ പ്രചാരം കൂടി വരികയാണിപ്പോൾ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കോസ്മെറ്റിക് സർജന്മാരെ സമീപിക്കുന്നുണ്ട്. എന്താണ് കോസ്മെറ്റിക് സർജറി? എന്താണ് ഇതിന്റെ ചികിത്സാ രീതി? കോസ്മെറ്റിക് സർജറിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ അരമണിക്കൂറിൽ സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കോഴിക്കോട് ആസ്റ്റർ മിംസിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ KS കൃഷ്ണകുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ. ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പരിപാടിയിൽ ചേരുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ, നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഡോക്ടർ ശരിക്കും ഈ കോസ്മെറ്റിക് സർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും ഈ പ്ലാസ്റ്റിക് സർജറിയും ഒന്നാണോ ശരിക്കും? പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ആ പ്ലാസ്റ്റിക് സർജറിയുടെ കുടക്കീഴിൽ വളരെയധികം സബ് സ്പെഷ്യാലിറ്റീസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉദാഹരണത്തിന് ഹാൻഡ് സർജറി, മൈക്രോ സർജറി, ബേൺസ്, ക്യാൻസർ സർജറി, റീപ്ലാന്റ്സ്, ക്ലെഫ്റ്റ് സർജറി തുടങ്ങിയ അനേകം സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പ്ലാസ്റ്റിക് സർജറിയുടെ അടി. ഇതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറി. അതാണ് പ്ലാസ്റ്റിക് സർജറിയും എസ്തെറ്റിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്ത നമ്മുടെ ചോദ്യം, എസ്തെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ശരീരഘടന ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. നഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? പ്രായാധികം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം നമ്മുടെ സൗന്ദര്യം, ആക്സിഡൻസ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം നമ്മുടെ സൗന്ദര്യം, ക്യാൻസർ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം നമ്മുടെ സൗന്ദര്യം. ഇതിനുപരി ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കൊണ്ട് നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാം. ഈ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം നമ്മൾ എങ്ങനെ നമുക്ക് പുനഃസൃഷ്ടിച്ച് അല്ലെങ്കിൽ നമുക്ക് വീണ്ടെടുക്കാം, അത് നമ്മൾ വീണ്ടെടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രക്രിയക്കാണ് കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾസ് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ സർജറി ഒരു പ്രൊസീജിയർ വേണമെങ്കിൽ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഒരു പാടുമില്ലാത്തൊരു പ്രൊസീജിയർ ഉണ്ട്, വെറും ഇഞ്ചക്ഷൻസ് കൊണ്ട് മാറ്റിയെടുക്കും. അഥവാ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും കാണാത്ത സ്ഥലത്ത് ഒളിഞ്ഞ സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻ ഇട്ട് ഒളിഞ്ഞ പാടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. അതായത് വെളിയിൽ ഒരു വൈരൂപ്യവും ഒരു പാടും ഒരു മുറിവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സൗന്ദര്യം കൂട്ടിയെടുക്കാം. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഡോക്ടർ, ഒന്ന് ഇടപെടുകയാണ്. ഡോക്ടർ, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ വിളിച്ചിട്ടുണ്ട്. പ്രസാദ്, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം പ്രസാദ്, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഈ മുഖത്ത് ഒരു കറുത്ത പാടുകൾ ഇങ്ങനെ വരുന്ന എന്താണ് കാര്യം? ഹലോ, ക്ലിയർ ആണല്ലോ പ്രസാദ്? നമ്മൾ മൈക്കിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് ചോദിക്കുമോ? പ്രസാദ് ഒന്നുകൂടി ചോദിക്കുമോ ഡോക്ടറോട്? നമസ്കാരം. ഈ മുഖത്തെ കറുത്ത പാടുകൾ വരുന്നത് നമ്മള് മുഖത്തിന്റെ തൊലിയുടെ കളറിന്റെ വ്യത്യാസമാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്ന ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ എസ്തെറ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എന്നാണ് നമ്മളുടെ വിഭാഗത്തിന്റെ പേര്. അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ തൊലിയുടെ കളറിന്റെ വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ചർമ്മരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് അതിന്റെ ഉത്തമം. അതല്ല, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കറുത്തൊരു പാടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ നേരിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാലേ ഏത് ചികിത്സയാണ് അവലംബിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി അത് വിശദമായിട്ട് നിങ്ങൾക്കത് അഡ്വൈസ് ചെയ്ത് തരും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ പോകാം. നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം ഡോക്ടർ, ഈ കോസ്മെറ്റിക് സർജറി? അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ തലമുടി തൊട്ട് നമ്മുടെ കാൽ വിരലിൽ വരെ അതിനിടയ്ക്കുള്ള എല്ലാ ഭാഗവും നമുക്ക് കോസ്മെറ്റിക് സർജറി കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. വേണമെങ്കിൽ, അതായത് ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും വേണമെങ്കിൽ ഇൻഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നമുക്ക് മാറ്റാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ
നമ്മുടെ മുഖമാണ് നമുക്ക് നമ്മുടെ വെളിയിൽ കാണുന്ന ഏറ്റവും ശരീരഭാഗം. അതുകൊണ്ട് കൂടുതൽ കോസ്മെറ്റിക് സർജറികൾ മുഖത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിയുമ്പോൾ ലേഡീസ് ആണെങ്കിൽ മാറിടം, അതിന്റെ കോസ്മെറ്റിക് സർജറിയാണ്. പിന്നെ വയറിന്റെ കോസ്മെറ്റിക് സർജറി, പിന്നെ കൊഴുപ്പുകൾ അടിഞ്ഞിട്ടുള്ള കോസ്മെറ്റിക് സർജറി. ഈ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. മുഖമാണെങ്കിൽ തന്നെ വലിയൊരു സ്പെക്ട്രമാണ്. നമുക്ക് കൺപോളകളുടെ ശസ്ത്രക്രിയ, ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറയും. മൂക്കിന്റെ ആകൃതി സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, റൈനോപ്ലാസ്റ്റി എന്ന് പറയും. ചെവിയുടെ പ്രോമിനൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, ഓട്ടോപ്ലാസ്റ്റി എന്ന് പറയും. തൂങ്ങിപ്പോയ പ്രായാധിക്യമുള്ള മുഖം പ്രായം കുറയ്ക്കുക, അതിന് ഫേസ് ലിഫ്റ്റ് എന്ന് പറയും. തൂങ്ങിപ്പോയ നെക്ക് കറക്റ്റ് ചെയ്യുക, അതിന് നെക്ക് ലിഫ്റ്റ് എന്ന് പറയും. ഇതൊക്കെയാ. പിന്നെ അഫ്കോഴ്സ് മുടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുടി തിരിച്ച് റീപ്ലാന്റ് ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് പറയും. ഇതൊക്കെയാണ് മുഖത്ത് ചെയ്യുന്ന കോസ്മെറ്റിക് സർജറികൾ. ഇത് നേരത്തെ പറഞ്ഞ പോലെ സർജറി ഇല്ലാത്ത നോൺ സർജിക്കൽ ആയിട്ടുള്ള മുഖത്ത് സൗന്ദര്യം കൂട്ടുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് മുഖത്ത് ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്ത് ചുളിവുകൾ മാറ്റാം. കുഴികൾ ഉണ്ടെങ്കിൽ ഫില്ലേഴ്സ്, ഇതർ ഫാറ്റ് അല്ലെങ്കിൽ ഹൈറോണിക് ആസിഡ് ബേസ്ഡ് ഫില്ലേഴ്സ് ഉപയോഗിച്ച് അത് നമുക്ക് കൂട്ടാം. മുഖത്ത് കുഴികൾ ഉണ്ടെങ്കിൽ ഡെർമബ്രേഷൻ ഉപയോഗിച്ച് കുഴികൾ മാറ്റാം. ഇതൊക്കെ ഡേ കെയർ പ്രൊസീജിയർ ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു വലിയൊരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് പ്രൊസീജിയേഴ്സ്, ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഏരിയാസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോസ്മെറ്റിക് സർജറിയുടെ കുടക്കീഴിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സേതു എന്നൊരു പ്രേക്ഷകൻ വിളിച്ചിട്ടുണ്ട്. സേതു, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം സൈലർ, ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് ഈ മുഖത്ത് വരുന്ന ഈ കുഴികളുണ്ടല്ലോ, ഈ കുരു വന്നതിന് ശേഷമുള്ള. അതെ, നമ്മുടെ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കുഴികളാണല്ലേ? അതെ അതെ. നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുഖക്കുരു നിശേഷം നമ്മൾ കരിഞ്ഞ് ഒഴിവായിരിക്കണം. ആക്റ്റീവായിട്ടുള്ള മുഖക്കുരു ഒന്നും നമുക്ക് പാടില്ല. ബിക്കോസ് ഏതെങ്കിലും ഒരു പഴുപ്പുള്ള മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്താലും ആ പഴുപ്പ് മുഖത്ത് മുഴുവൻ നമ്മൾ പടരും. ആദ്യമായിട്ട് നല്ലൊരു ചർമ്മരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ് കണ്ട് മുഖക്കുരു മുഴുവൻ നമ്മൾ ഒഴിവാക്കണം. മുഖക്കുരു മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ഡീപ്പ് ഡേം ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു 50-75% ആ കുഴികൾ നമുക്ക് നികത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഫ്ലാറ്റ് ആക്കാൻ നമുക്ക് സാധിക്കും. ഇൻകോൺസ്പിക്വസ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ചികിത്സ ഡെർമ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് മനു കൃഷ്ണ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മനു, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം മനു, ചോദിച്ചോളൂ. ഡോക്ടറെ, ഈ മുഖത്ത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാട് തെളിഞ്ഞു വന്ന്, അത് ചെറിയൊരു മറവ് പോലാണ്. മുഖക്കുരു ഉണ്ടായ പാടാണോ അതോ? അല്ലാതൊരു ജന്മന തെളിഞ്ഞു വന്നൊരു പാടാണ്. മുഖത്തിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു കടുത്തൊരു കളർ കണക്ക് ചെറിയൊരു ഭാഗത്ത്. കറുത്ത കളറാണോ അതോ വെളുത്ത കളറാണോ? ഒരു ആഷ് കളർ കണക്ക് ചെറിയൊരു മുഖത്ത് അറിയാൻ പറ്റും, ഒരു ചെറിയൊരു പാട്. ഓക്കെ, നമ്മൾ ചെറിയ പാടുകളാണെങ്കിൽ ആ പാട് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കി നമുക്ക് ചെറിയൊരു വര മാത്രം നമുക്ക് ആ പാടിന് നമുക്ക് കൊടുക്കാൻ, ആ ചെറിയൊരു പാടോട് കൂടി ആ വര മുഴുവൻ, ആ ബ്ലാക്ക് ആ കളർ ചേഞ്ചുള്ള പാകം മുഴുവൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനെ നേരിട്ട് കണ്ട് ആ പാട് കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പുള്ളി നിങ്ങൾക്ക് അഡ്വൈസ് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ അജിത് കുമാർ, കൊയിലാണ്ടിയിൽ നിന്ന് അജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. അജിത്, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഞാൻ എൻ്റെ മകളുടെ കേസാണ്. അവർക്ക് ഈ കീലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നു, ഒരു മെയിൻ്റനൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. പക്ഷേ ഇതൊരു വളരെ ചെലവ് കൂടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പം പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് പറ്റുന്നില്ല. അതേസമയം ഇത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നില്ല. അത് കോസ്മെറ്റിക് അല്ല, ഇതൊരു എന്താ പറയാ, ഒരു സൗന്ദര്യവൽക്കരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചികിത്സയല്ല, ഇതൊരു ബോഡി കണ്ടീഷനുള്ള ചികിത്സയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കതിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു നിയമപരമായിട്ട് ഒരു ഇൻഷുറൻസിൽ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കാനുള്ള സാധ്യതകളുണ്ടോ? അതെ, നമ്മളിതൊരു ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ചിട്ടാണ്. നമ്മളെ പറ്റുന്ന പോലെ ഞാൻ മറുപടി പറയാം. നമ്മളെ കീലോയിഡിന്റെ ചികിത്സ അധികം ചെലവുള്ള ഒരു കാര്യമല്ല. ആദ്യമായിട്ട് അത് നമ്മൾ ഞാനത് പറയാം.
കീലോയിഡിന്റെ ചികിത്സ മൂന്ന് രീതികൾ ഒരുമിച്ച് നമുക്ക് ചെയ്യണം. കീലോയിഡ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരു കംപ്രഷൻ ഗാർമെന്റ്, അതായത് നമ്മളൊരു പ്രഷർ കൊടുക്കുന്ന ഒരു ഗാർമെന്റ് ഉണ്ടാക്കി അതിൽ നമ്മൾ കീലോയിഡ് പ്രഷർ കൊടുക്കണം. പിന്നെ കീലോയിഡിന്റെ മുകളിൽ സിലിക്കൺ ഉള്ള ഒരു ഷീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ അഡ്കോട്ടിൽ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ നമ്മൾ ആ കീലോയിഡിൽ നമ്മൾ കൊടുക്കണം. ഇത് ആ ഇഞ്ചക്ഷൻ മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ആ കീലോയിഡിനുള്ള ചികിത്സ. ഇത് യാതൊരു കാരണവശാലും നമുക്ക് സാധാരണക്കാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവ് കൂടിയൊരു സാധനം അല്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ കീലോയിഡാണ് ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ റിലീജിയസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഇതിന് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. രണ്ടാമത്തെ ചോദ്യം, ഇൻഷുറൻസുകാർ ഇത് എന്തുകൊണ്ട് കവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല. അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനീസിന്റെ അടുത്തോ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡീസിന്റെ അടുത്തോ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് തീർച്ചയായിട്ടും സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ അല്ല. ഇത് ശാരീരികമായും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിന്റെ ഒരു ചോദ്യം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് ഡയറക്റ്റ് ചോദിക്കുന്നതായിരിക്കും എന്നെക്കാട്ടിലും ചോദിക്കുന്നതിനെക്കാട്ടിലും ഭേദം. ഡോക്ടർ, ഇപ്പോൾ മനു ചോദിച്ചതുപോലെ തന്നെ ഈ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാകും. ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ശരീരത്തിന്റെ ഓരോ ഭാഗത്തിന് വേണ്ടി ഓരോ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണോ ഡോക്ടർ ഇതിന്റെ ചെലവും വരിക? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്താലും ഓപ്പറേഷന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം, ഓപ്പറേഷൻ എത്ര നേരം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ചാർജ് നമ്മൾ വരിക. അത് എവിടെയായാലും അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഊന്നി പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററക്ടമി ചെയ്യുന്നു. അങ്ങനെ ഈ ചെയ്യുന്ന ഓപ്പറേഷൻ എത്ര നേരം എടുക്കുന്നു, അതിന് എത്ര ചാർജ് വരുന്നു, അതുപോലെ മാത്രമേ കോസ്മെറ്റിക് സർജറിക്ക് ചാർജുകൾ വരികയുള്ളൂ. എല്ലാവർക്കും ഒരു പബ്ലിക്കിനിടയ്ക്ക് ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് കോസ്മെറ്റിക് സർജറി ആയതുകൊണ്ട് ഇത് നമ്മൾ ലക്ഷങ്ങളുള്ള ഒരു ചാർജുകളിലാണ് തുടങ്ങുക എന്നുള്ളത്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ബാക്കി ഏത് സർജറിക്കും അതിന്റെ കോംപ്ലക്സിറ്റിക്കും ദൈർഘ്യവും അനുസരിച്ച് എത്ര ചാർജ് വരുന്നോ അതനുസരിച്ച് മാത്രമേ കോസ്മെറ്റിക് സർജറിക്കും ചാർജുകൾ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ഓരോ കോസ്മെറ്റിക് സർജറി വ്യത്യാസമാണ്. 5 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ എടുക്കുന്ന കോസ്മെറ്റിക് സർജറികളുണ്ട്. അപ്പൊ നാച്ചുറലി അതിന്റെ ചാർജുകൾ തീർച്ചയായിട്ടും വ്യത്യാസമായിരിക്കും. ശരി ഡോക്ടർ, ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് രമ്യ എന്നൊരു പ്രേക്ഷക കൂടി വിളിച്ചിട്ടുണ്ട്. രമ്യ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം രമ്യ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ രമ്യയാണ്, പാലായിന്ന്. ഡോക്ടർ, ഈ വയറ് കുറയാൻ വേണ്ടിയുള്ള ഇതിന് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ട്? നമസ്കാരം ഡോക്ടർ, ഞാൻ രമ്യയാണ്, പാലായിന്ന്. ഡോക്ടർ, ഈ വയറ് കുറയാൻ വേണ്ടിയുള്ള ഇതിന് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ട്? രമ്യ, ലൈൻ ക്ലിയർ അല്ലല്ലോ, നമ്മൾ ഒന്നും കൂടി ഒന്ന് ചോദിക്കുമോ? ഹലോ ഹലോ, കേൾക്കാവോ? രമ്യ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ടിവിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ടാണ് ഡിസ്റ്റർബൻസ് തോന്നുന്നത്. അല്ല, വയറ് കുറയ്ക്കാൻ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോന്ന്? നമ്മുടെ വയറ് നമ്മൾ ഒരുപാട് തൂങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഇല്ല. നമ്മൾ ചെറിയ ഇത് മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസോ ബാക്കി പല കാര്യങ്ങളോ ചെയ്ത് കറക്റ്റ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ലേഡി 1 or 2 പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് വളരെയധികം തൂങ്ങി പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടമ്മി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ നമുക്ക് ടൈറ്റൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ടൈറ്റായി നല്ല ഫ്ലാറ്റ് ആയിട്ട് ആകർഷകമായ ഒരു വയറ് നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഡോക്ടർ, കാസർഗോഡ് നിന്ന് രാജി എന്ന ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. രാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ രാജി. നമസ്കാരം. ഹലോ ചോദിച്ചോളൂ. എനിക്ക് എന്റെ ചേച്ചിയുടെ മകൾക്ക് മുഖത്തിനൊക്കെ ഫുള്ള് രോഗം, അതുകൊണ്ട് അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ. ക്ലിയർ അല്ലല്ലോ രാജി, ഒന്നും കൂടെ ഒന്ന് ചോദിക്കുമോ? എന്റെ ചേച്ചിയുടെ മകൾക്ക് 18 വയസ്സേ ഉള്ളൂ, മുഖത്തൊക്കെ ഫുള്ള് രോമം കിളിർത്തിരിക്കുക. അതൊന്ന് മാറ്റാൻ പറ്റുന്ന വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. മുഖത്ത് ഫുള്ള് രോമമാണെന്നാണോ പറഞ്ഞത്? അതെ ഡോക്ടർ, അതെ. രോമങ്ങള്
പുരുഷന്മാരെ പോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ലേഡീസിന് മുഖത്ത് രോമം അധികം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സ ലേസറാണ്. നമ്മൾ കാർബൺ ഡയോക്സൈഡ് ലേസറാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഒരു സിറ്റിംഗ് കൊണ്ട് തീരില്ല, ഒരു മൾട്ടിപ്പിൾ ഫിറ്റിംഗ്സ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ഫിറ്റിംഗ്സും നല്ലവണ്ണം ലേസർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് നല്ലൊരു പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ആസ്റ്റർ മിംസിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ KS കൃഷ്ണകുമാറാണ് നമ്മുടെ കൂടെ ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് തിരിച്ചിതിലേക്ക് തന്നെ വരാം. നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റുമാണല്ലോ ഡോക്ടർ ഈ സൗന്ദര്യവർദ്ധകത്തിനായി കോസ്മെറ്റിക് സർജറിയും മറ്റും കൂടുതലായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ ഇത്രയും വർഷമായി ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഡോക്ടർ നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ആവശ്യവുമായി വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് അനുഭവപ്പെടുന്നത്? ഇത് നമ്മളൊരു രണ്ട് രീതിയിൽ നമുക്ക് കാണണം. കോസ്മെറ്റിക് സർജറി പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഉടലെടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന കോസ്മെറ്റിക് സർജൻസും അവർ ട്രെയിൻ ചെയ്ത ആൾക്കാരും പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ വളരെ അധികം നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള ട്രെയിനിങ്ങും ഈ ഒരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷനും ഇതിന് ട്രെയിൻ ചെയ്ത ആൾക്കാരും ഉണ്ടായത്. അതുകൊണ്ടാണ് പണ്ട് നാളുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമേ കോസ്മെറ്റിക് സർജറി ലഭ്യമായിരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സമൂഹത്തിനിടയ്ക്കുള്ള ഇതിനുള്ള അറിവാണ്. ഇങ്ങനെ കോസ്മെറ്റിക് സർജറി ഉണ്ടെന്നും അത് താരതമ്യേന റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണെന്നും ഇത് ഇവിടെ ലഭ്യമാണെന്നും പബ്ലിക്കിനിടയ്ക്കുള്ള നോളജ് വന്നതും റീസെന്റ്. അപ്പം പബ്ലിക്കിനിടയ്ക്കുള്ള അറിവും കോസ്മെറ്റിക് സർജൻസിന്റെ ലഭ്യതയും നമ്മുടെ നാട്ടിൽ ഒരു മേ ബി ഒരു 30, 40, 50 കൊല്ലമായിട്ട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഇത് വളരെ ലേറ്റ് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ എല്ലാവർക്കും ഗ്ലോബൽ വില്ലേജ് ആണ്. എല്ലാവർക്കും ഇന്റർനെറ്റും ടിവിയും ബാക്കി കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അമേരിക്കയിൽ നടക്കുന്ന അതേ കാര്യം 2 മിനിറ്റിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിപ്പം വേറെ ലോകം എന്നൊന്നുമില്ല. എല്ലാം ഒരു ചെറിയ ലോകം മുഴുവൻ ചെറിയൊരു ഫലമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതിനുള്ള പ്രചാരം വളരെ കൂടുതലാണ്. ഇത് തിരക്കി വരുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ കോസ്മെറ്റിക് സർജറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സർജൻസും ഡോക്ടേഴ്സും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് താനും. അതുകൊണ്ട് ഇതിന്റെ നമ്പർ ഓഫ് സർജറീസും നമ്പർ ഓഫ് കേസസും വളരെ അധികം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഡോക്ടർ, കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ കൂടി വിളിച്ചിട്ടുണ്ട്. ഓമനക്കുട്ടൻ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടറെ. നമസ്കാരം, ചോദിച്ചോളൂ. ഈ മുഖത്തൊക്കെ ഈ പാട് വരുന്ന ഈ മോക്കുരുവൊക്കെ വരുന്നത് എന്തിനെ ആസ്പദമാക്കിയ എന്തൊരു രോഗത്തിന്റെ സാറേ? ഇതേ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞായിരുന്നു ഞാൻ ഇതിനായിട്ട്. അതായത് മോക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മോക്കുരു നമ്മൾ പഴുപ്പുള്ള ഒരു മോക്കുരു ഉള്ള സമയത്ത് കോസ്മെറ്റിക് സർജറി നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ബിക്കോസ് ആ പഴുപ്പ് മുഖത്ത് മുഴുവൻ പടരും. അത് നല്ലൊരു ചർമ്മരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് മോക്കുരു മുഴുവൻ ചികിത്സിച്ച് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുക, ഒന്നുകിൽ ഡെർമോബ്രേഷൻ അല്ലെങ്കിൽ ലേസർ ഉണ്ടായിട്ടുള്ള കുഴിയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള തൊലി മുഴുവൻ നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞാൽ ഒരു 50, 60, 70% ആ കുഴി മുഴുവൻ നികത്തിയെടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ വിളിച്ച പലരും ചോദിച്ചത് ഈ മുഖക്കുരു അല്ലെങ്കിൽ പാടുകളെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ, ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഈ കോസ്മെറ്റിക് സർജറിയിലൂടെ മാറ്റുന്നത് തന്നെയാണോ, അല്ല മറ്റ് ചികിത്സയിലൂടെ മാറാൻ സാധിക്കുമോ? നമ്മള് വെള്ളപ്പാണ്ടെന്ന് പറയുന്നത് വിറ്റിലേക്കോ എന്ന് പറഞ്ഞ സാധനമാണ്. അത് മോക്കുരുവും അതുണ്ടാകുന്ന പാടുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ട് കാര്യമാണ്. നമ്മൾ അതിന്റെ വളരെ ചെറിയ പാടാണെങ്കിൽ ആ പാട് കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞ് നമുക്ക് തുന്നി അത് മാറ്റാൻ സാധിക്കും. കുറച്ചും കൂടി വലിയ പാടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് മെലനോസൈറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ തൊലിയിൽ കറുത്ത നിറം കൊടുക്കുന്ന സെല്ലുകളാണ് മെലനോസൈറ്റ്സ്. അപ്പൊ കറുത്ത നിറമുള്ള തൊലിയിൽ നിന്ന് മെലനോസൈറ്റ്സ് എടുത്ത് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കറുത്ത നിറം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളരെ വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഷേവ് ചെയ്ത് കളഞ്ഞ് വേറെ സ്ഥലത്ത് നിന്ന് ഒരു സ്കിൻ ഗ്രാഫ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പൊ അതിന്റെ സൈസും അതിന്റെ സ്ഥലവും വെച്ച് അതിന്റെ ചികിത്സ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറും. പക്ഷെ ഇതിനും നമുക്ക് നല്ലൊരു പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഡോക്ടർ, കൊല്ലത്ത് നിന്ന് തന്നെ സുജികുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി വിളിച്ചിട്ടുണ്ട്. സുജികുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം.
നമസ്കാരം ശ്രീകുമാർ, ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്ന ഒരു ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കാല് തുടഭാഗം തൊട്ട് കാല് വരെ നല്ല ഡ്രൈ സ്കിന്നാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ ഡ്രൈ സ്കിന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ട ഒരു പ്രശ്നമല്ല. അതൊക്കെ നമ്മളൊരു ഡെർമറ്റോളജി അല്ലെങ്കിൽ ചർമ്മരോഗ വിദഗ്ധരുടെ ഒരു ഏരിയയിൽ വരുന്നതാണ്. നമ്മുടെ വിദഗ്ധയും നമ്മൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ ചെയ്ത് മാറ്റുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്ന് പൊതുവേ നമ്മൾ ഒരുപാട് ഉണങ്ങുന്ന സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പല അസുഖങ്ങൾ കൊണ്ടും ഡ്രൈ സ്കിൻ ഉണ്ടാവാം. അത് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റിന്റെ ഒരു ചികിത്സ നമ്മൾ തേടേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, മറ്റൊരു സംശയമുള്ളത്, നമുക്കറിയാം ഈ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്തന സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്തനത്തിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. പക്ഷേ ഡോക്ടർ, ഈ ക്യാൻസർ രോഗികളിലേക്ക് വരികയാണെങ്കിൽ സ്തനാർബുദം മൂലം സ്തനം ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകളിൽ വീണ്ടും ഈ മാറിടം വെച്ച് പിടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കോസ്മെറ്റിക് സർജറിയിലൂടെ സാധ്യമാണ്? അതെ, അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ സ്തനത്തിന് ബേസിക്കലി 4 കാര്യങ്ങൾക്കാണ് ആൾക്കാർ കോസ്മെറ്റിക് സർജറിക്ക് വരുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമ്മൾ ആ ബാധിച്ച ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തനം ഒഴിവാക്കുക, ഓപ്പറേറ്റ് ചെയ്ത്. അത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരാണ് അത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാൻസർ നമ്മൾ മാറിക്കിട്ടും. ഇതിന് ഈ ചികിത്സയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വില നമ്മൾ ജീവൻ രക്ഷിക്കുക, ക്യാൻസർ മാറുക എന്നുള്ളതാണ്. അതിനുപരിയുള്ള വില നമ്മൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമ്മുടെ ബ്രസ്റ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് സൈക്കോളജിക്കലി ഇമോഷണലി ആ ലേഡിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമില്ല. അത്ര സൈക്കോളജിക്കലി മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ലേഡിക്ക് ഉണ്ടാകാം. പക്ഷെ ഇപ്പോൾ റീകൺസ്ട്രക്റ്റീവ് സർജറിയിലെ എസ്തെറ്റിക് സർജറിയുടെ റീസെന്റ് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കോശങ്ങൾ മാത്രം എടുത്തുകൊണ്ടോ നമ്മളൊരു സിലിക്കൺ ഇംപ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ആ നഷ്ടപ്പെട്ട മാറിടം പൂർണ്ണമായും പഴയ രീതിയിൽ നല്ല ഷേപ്പും സൈസും ഫിഗറും വെച്ചിട്ട് നല്ല ആകർഷകമായ ഒരു ബ്രസ്റ്റ് പുനഃസൃഷ്ടിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ആർക്കും പബ്ലിക്കിനിടയ്ക്ക് പ്രചാരമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ ഇങ്ങനൊരു സർജറി ഉണ്ടെന്നോ അധികം ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് നമ്മൾ മാധ്യമ പ്രവർത്തകരും നമ്മൾ ആരോഗ്യ പ്രവർത്തകരും ഈ ഒരു ടെക്നിക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ നാട്ടിൽ അറിയിക്കേണ്ടതാണ്. അറിയിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജിക്കലി അഫക്റ്റ് ആയിട്ടുള്ള വളരെയധികം ആൾക്കാർക്ക് ആശ്വാസം തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പ്രായം ഒരു ഘടകമാണോ ഡോക്ടർ? ഇത്ര വയസ്സിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ കൊണ്ടും കോസ്മെറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം പ്രായാധികം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ജന്മനായുള്ള വൈകല്യമാണെങ്കിൽ ഇപ്പൊ മുച്ചറി മുറിയെണ്ണാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സാധാരണ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. പ്രായാധികം കൊണ്ടുള്ള പ്രശ്നമാണെന്നെങ്കിൽ 60, 70, 80 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട്. ബേസിക്കലി നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊസീജിയർ താങ്ങാനായിട്ടുള്ള ആരോഗ്യവും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രായഭേദമന്യേ നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് കോസ്മെറ്റിക് സർജറി ധൈര്യമായി പ്രശ്നമില്ലാത്ത കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. കോസ്മെറ്റിക് സർജറിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ അരമണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്തത്. കോഴിക്കോട് ആശ്രമിംസിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ കെ.എസ്. കൃഷ്ണകുമാറാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഡോക്ടർ, വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 കാണാം. പ്രജീഷ് കൈപ്പള്ളിച്ചേരി.